ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിൽ വൻ തട്ടിപ്പ്. സിൽക്കിന് പകരം വില കുറഞ്ഞ പോളിസ്റ്റർ ഷോളുകൾ നൽകി കരാറുകാരൻ നടത്തിയത് 54 കോടിയുടെ തട്ടിപ്പെന്ന് വിജിലൻസ് റിപ്പോർട്ട്. നെയ്യിൽ മാത്രമല്ല മായം. തിരുപ്പതി ക്ഷേത്രത്തിൽ പുതിയ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുന്നു. നടന്നത് കോടികളുടെ അഴിമതിയെന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി ദേവസ്ഥാനം പേരുകേട്ടതാണ്. ഒരിക്കൽ അവിടെ നെയ്യിൽ വലിയ തരത്തിൽ വിവാദങ്ങൾ പുറപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ സിൽക്ക് ഷാൾ എന്ന പേരിൽ പോളിസ്റ്റർ ഷാൾ വിറ്റ് വൻ അഴിമതി നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 54 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതും 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത്. സിൽക്കാണെന്ന പേരിലാണ് ക്ഷേത്രത്തിലേക്ക് പോളിസ്റ്റർ ഷാളുകൾ വിറ്റത്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളായ വേദശിരാവചനം പോലുള്ളവയ്ക്കാണ് പണം നൽകുന്ന ഭക്തർക്ക് ഗുണമേന്മയുള്ള മൾബറി സിൽക്കിൽ തീർത്ത ഷാളുകൾ നൽകുന്നത്. ഷാളുകൾ വിതരണം ചെയ്യുന്നതിനായി കരാർ എടുത്തയാളാണ് 100% പോളിസ്റ്റർ മാത്രമുള്ള ഷാളുകൾ വിറ്റ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതുവഴി 54 കോടി രൂപയുടെ നഷ്ടമാണ് ക്ഷേത്രത്തിന് വന്നിരിക്കുന്നത്. വെറും 350 രൂപ മാത്രം വില വരുന്ന പോളിസ്റ്റർ ഷാളുകൾക്കായി 1300 രൂപയാണ് ബില്ലായി ഈടാക്കിയത്. വിഷയത്തിൽ അധികൃതർ അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ അന്വേഷണം ആവശ്യപ്പെട്ടു. ഷോളിന്റെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്കായി സെൻട്രൽ സിൽക്ക് ബോർഡ് അടക്കമുള്ള 2 ലബോറട്ടറികളിലേക്ക് അയച്ചു. 2 പരിശോധനയിലും ഷോൾ നിർമ്മിച്ചിരിക്കുന്നത് പോളിസ്റ്ററിലാണെന്ന് കണ്ടെത്തി. വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെ ഷോൾ വിതരണ കരാർ ക്ഷേത്ര ട്രസ്റ്റ് റദ്ദാക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.